എല്ലാവർക്കും നമസ്കാരം. 2-3 ദിവസം മുൻപേ നമ്മൾ മനുഷ്യ മനസ്സാക്ഷിയൊക്കെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത നമ്മൾ കേൾക്കുവാനായിട്ടിടയായി അല്ലേ. കൊല്ലം പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 6ാം ക്ലാസ്സുകാരന് 500 രൂപ കട്ടെടുത്തു എന്ന സംശയത്തിൻ്റെ പേരിൽ, കുഞ്ഞ് കട്ടെടുത്തു എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല, കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയിട്ടുമില്ല, കട്ടെടുത്തു എന്നുള്ളൊരു വെറും സംശയത്തിൻ്റെ പേരിൽ മാത്രം ഒരു കുഞ്ഞിനെ ഒരു ചിൽഡ്രൻസ് ഹോമിൽ വെച്ചിട്ട് തല കീഴായി കെട്ടിത്തൂക്കി ഫാനിൽ. ഈ വാർത്ത നമ്മളൊക്കെ കേട്ടതാണ് അല്ലേ. എന്നാൽ അതിനകത്ത് മറ്റൊരു സത്യവും കൂടി ഇരിപ്പുണ്ട്. അതെവിടെയാണ് സംഭവം നടന്നതെന്നറിയാമോ? വേറൊരു സ്ഥലത്തുമല്ല നടന്നത്. അതൊരു പെന്തക്കോസ്തുകാരൻ നടത്തുന്നൊരു ചിൽഡ്രൻസ് ഹോമിലാണ് നടന്നത്. ആ കഥ എത്ര പേർക്ക് മനസ്സിലായി, എത്ര പേർ അറിഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ വിഷയം അറിഞ്ഞപ്പോൾ ഞാനിത് സംസാരിക്കണ്ട എന്ന് വിചാരിച്ചത്. പക്ഷേ ആ പാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയുടെ വിശദീകരണം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇയാൾ പഠിച്ച കള്ളനാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പബ്ലിക്കിൻ്റെ മുൻപിലോട്ടൊന്ന് കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചത്. ഇനി അദ്ദേഹം അങ്ങനെയല്ല, പറ്റിപ്പോയി, അത് ആ ജീവനക്കാരന് പറ്റിയൊരു പിഴവാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അറിയാതെ ആ ജീവനക്കാരൻ ചെയ്തതാണ്, അത് അന്വേഷിച്ചിട്ട് അത് സത്യമാണോ എന്ന് കണ്ടെത്തി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഒരു വിശദീകരണമാണ് ഈ പാസ്റ്റർ കൊടുത്തതെങ്കിൽ ഒരിക്കലും സോഷ്യൽ മീഡിയയുടെ മുൻപിലേട്ട് ഈ വിഷയവുമായിട്ട് ഞാൻ വരത്തില്ല. ഇത് ഞാൻ വരുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നിരുത്തരവാദിത്തപരമായ ഒരു ഇടപെടലുകളും അങ്ങനെയുള്ള ഒരു കമൻറ്റുകളും ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ഒന്ന് തുറന്നു കാണിക്കണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ, നമ്മളുടെ സ്ഥാപനത്തിൽ നമ്മളുടെ കൈകൊണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ആകട്ടെ ഒരു തെറ്റ് പറ്റിയാൽ അതിനെ ന്യായീകരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളതിന് മാപ്പ് പറഞ്ഞ് അതിന് വേണ്ടുന്ന കാര്യങ്ങളും അതിന് എന്താ പറയുക പരിഹാരമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിന് പകരം ന്യായീകരിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. ഈ ന്യായീകരിക്കുന്നത് ആരാന്നറിയാമോ? അവർ മറ്റൊരു ക്രിമിനലാണ്. അതുകൊണ്ട് തന്നെയാണ് ന്യായീകരിക്കുന്നത്. അല്ല എങ്കിൽ ഈ 6 വയസ്സുകാരനെ കെട്ടിത്തൂക്കിയ ഈ ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞിനെ കെട്ടിത്തൂക്കി എന്നതിൻ്റെ തെളിവുകൾ പോലീസിൻ്റെ കരത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കയറുകളൊക്കെ പോലീസ് കണ്ടെടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കട്ടെ. അത് പോലീസ് അന്വേഷണത്തിലാണല്ലോ. ഞങ്ങളത് അന്വേഷിച്ചിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാമെന്നെങ്കിലും ഈ പുള്ളി പറഞ്ഞിരുന്നെങ്കിൽ ഈ പുള്ളിയോട് ഒരു കുറച്ച് ബഹുമാനം തോന്നുമായിരുന്നു. പക്ഷേ പുള്ളി പറഞ്ഞത് അങ്ങനെയല്ല. പുള്ളി പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? പുള്ളി പറഞ്ഞത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല, അയാൾ വിരട്ടിയിട്ടേ ഉള്ളെന്ന്. ഈ പുള്ളി ആ സ്ഥലത്തില്ല. ഈ പുള്ളി അവിടെയല്ല താമസിക്കുന്നത്, ഈ പാസ്റ്റർ അവിടെയല്ല താമസിക്കുന്നത്, പാസ്റ്റർ വേറെ സ്ഥലത്താണ്. ഇത് 2 ജീവനക്കാരെ ഏൽപ്പിച്ചിട്ട്, ഈ കുഞ്ഞു പിള്ളേരെ ഈ ജീവനക്കാരെ ഏൽപ്പിച്ചിട്ട് ഇയാൾ വല്ലപ്പോഴും വന്നു പോകുന്ന അതിഥി മാത്രമാണ് ഈ പാസ്റ്റർ അവിടെ. എന്നിട്ട് ഈ പുള്ളി എങ്ങനെയാണ് ഇത്ര കാണാത്ത കാര്യം കണ്ടുവെന്ന് ഈ പുള്ളി പറയുന്നത്? എന്ന് വെച്ചാൽ ഈ പുള്ളിക്ക് എങ്ങനെ അറിയാം ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്ന്? അതുമല്ല, ഒരു മദ്യപാനിയായ ഒരു സ്റ്റാഫാണ് ഈ ലിജു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ പുള്ളി മദ്യപാനിയാണ്. എന്നിട്ടൊരു മദ്യപാനിയായ വ്യക്തിയാണ് ഒരു പെന്തക്കോസ്ത പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലിക്കാരനായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് പുള്ളി പറയുന്നത്, ഞങ്ങൾ അവനെ ഈ വിവരമൊക്കെ അറിഞ്ഞപ്പോൾ അവനെ പറഞ്ഞു വിടുവാനിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ മാനുഷികമായ വശങ്ങളൊക്കെ നോക്കണമല്ലോ എന്ന്. മദ്യപിക്കുന്ന ഒരുത്തനോട് എന്ത് മാനുഷിക വശങ്ങളാണ്? കാരണം അവനറിയാം മദ്യപാനം അവൻ്റെ കുടുംബത്തെ തകർക്കും, അവൻ്റെ ജീവിതത്തെ തകർക്കും, മറ്റുള്ളവരുടെ ജീവിതത്തെ തകർക്കുമെന്നൊരു മദ്യപാനിക്ക് അറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് മദ്യപാനിക്ക് നമ്മളെന്താണ്, ഒന്നെങ്കിൽ അതിനോട് ഗുഡ് ബൈ പറയുവാനുള്ളൊരു മനസ്സ് അവനുണ്ടാകണം. ഇനി അതില്ലാത്തത്തോളം കാലം അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരുത്തിനോട് വലിയ കരുണയൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അവൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. ആർക്ക്? ഈ മദ്യപാനിയായ ലൈജു എന്ന് പറയുന്ന വ്യക്തി, കുഞ്ഞിനെ കെട്ടിത്തൂക്കിയ ആ വ്യക്തിക്ക് അവൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെയാണ് ഈ പാസ്റ്റർ പറഞ്ഞിരിക്കുന്ന ന്യായീകരണങ്ങൾ. അവനത് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവൻ ഈ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഒരിക്കലും ചെയ്യത്തില്ല. കാരണം എന്താണ്, ആ കുഞ്ഞ് എടുത്തത് ഇവൻ കണ്ടിട്ടില്ല. ഇനി ഇവൻ്റെ 500 രൂപ പോയോ എന്ന് പോലും അറിയത്തില്ല. കാരണം ഇവൻ മദ്യപിക്കാൻ പോയി ലെക്ക് കെട്ട് വന്നു കഴിയുമ്പോൾ ഇവൻ്റെ 500 രൂപ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ, ഇനി 500 രൂപ പോയോ, അല്ലെങ്കിൽ കുടിക്കുന്ന സ്ഥലത്ത് എടുത്തു കൊടുത്തിട്ട് ഇവന് ബോധമില്ലാത്തതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. 500 രൂപയുടെ കഥ എന്താണ്, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. ഈ പറയുന്ന അവന് പോലും ഒരു നിശ്ചയവും ഇല്ല. കാരണം മദ്യപാനി അങ്ങനെയാണ്. മദ്യപാനികൾ പറയുന്ന വാക്കുകൾക്ക് ആരെങ്കിലും വില കൊടുക്കുമോ? ആരും വില കൊടുക്കത്തില്ല. അതുകൊണ്ട് ഈ പുള്ളി പറയുന്ന വാക്ക് കേട്ടിട്ട് ഈ പാസ്റ്റർ ന്യായീകരിക്കുവാൻ നിന്നതുകൊണ്ടാണ് സമൂഹത്തിൻ്റെ മുൻപിലേക്ക് ഞാൻ ഈ ന്യൂസ് ഒന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു. എന്തായാലും ഞാനിതൊന്ന് പറയണമെന്ന് വിചാരിച്ചതിന് കാരണം അത് തന്നെയാണ്. ആ പാസ്റ്ററുടെ പേര് റെവറൻഡ് ഡോക്ടർ പ്രിൻസ് എം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം അവിടെ ഈ ചിൽഡ്രൻസ് ഹോം നടത്തുക മാത്രമല്ല, ഇദ്ദേഹത്തിന് അവിടെ ഒരു ബൈബിൾ കോളേജൊക്കെ ഉണ്ട്. നമ്മൾക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പെന്തക്കോസ്ത പാസ്റ്റർമാരും ഒരുപാട് അച്ഛന്മാർ, സിസ്റ്റർമാർ തുടങ്ങി ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു പരിധി വരെ എന്താ പറയുക പൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലത്തെ അനാഥാലയങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ
ഇതിൻ്റെയൊക്കെ മറവിൽ എന്താണെന്നറിയുമ്പോൾ മിക്ക കുഞ്ഞുങ്ങളെയും ഈ നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന സകല ഇടങ്ങളിലും അവിടെയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് പണിയെടുപ്പിക്കാറുണ്ട് ഇവർ. എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡും ഭക്ഷണവും കൊടുക്കുന്നു എന്നതിൻ്റെ പേരിൽ ആ കുഞ്ഞുങ്ങളെ പണിയെടുപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊരു നഗ്നമായ സത്യമാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ, ഇവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്താണ് ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇവർ ഈ പിള്ളേരുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ് പുറത്തുനിന്ന് വിദേശത്ത് നിന്ന് ഫണ്ടുകൾ ഇഷ്ടം പോലെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവരെന്ത് നടത്തുന്നത്, ഇങ്ങനെയുള്ള ചാരിറ്റബിൾ സംഘടനകൾ നടത്തുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇനി ചിലരുണ്ട് ആത്മാർത്ഥതയോടെ നടത്തുന്നവരുണ്ട്, അവർ ക്ഷമിക്കുക, ഞാൻ നിങ്ങളെ അല്ല പറയുന്നത്. 75% ഇങ്ങനെയുള്ള സംരംഭങ്ങൾ, അതായത് വയോധിക സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അനാഥരായ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞ് തുടങ്ങുന്നത്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് ഫണ്ടിന് വേണ്ടി മാത്രമായിരിക്കും ഇതൊക്കെ നടത്തുന്നത്. ഇനി അതല്ല, ഈ പുള്ളി ഈ ആത്മാർത്ഥമായിട്ടാണ് ഈ പാസ്റ്റർ ഈ സംഭവം തുടങ്ങിയതെങ്കിൽ എന്താ ചെയ്യുക എന്നറിയാമോ? ആ കുഞ്ഞിൻ്റെ വീട് നമ്മളിതിനകത്ത് കണ്ടു അല്ലേ, നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കൂടെയും ചില TV മാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കണ്ടു ആ കുഞ്ഞിൻ്റെ വീട്. എൻ്റെ പൊന്നോ, സഹിക്കാൻ പറ്റത്തില്ല. അതിനെ വീടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി നമ്മുടെ കഴിഞ്ഞ സർക്കാർ പറഞ്ഞതാണ്, കേരളം എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആരും ഇല്ലെന്നാണ് ഈ കഴിഞ്ഞ സർക്കാർ വിളമ്പിയിരിക്കുന്ന വെറും വിഡ്ഢിത്തം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെയൊക്കെ വീട് കണ്ടു കഴിയുമ്പോൾ ഈ കുഞ്ഞല്ല ഒരുപോലെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഒരു ആദിവാസി കുഞ്ഞ് നമ്മുടെ 9ാം ക്ലാസ്സുകാരെത്തി ആത്മഹത്യ ചെയ്തു വയനാട്ടിൽ. എന്തിനാ ആത്മഹത്യ ചെയ്ത്? പട്ടിണി സഹിക്കാൻ മേലാതെ ആത്മഹത്യ ചെയ്തു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോഴും ഇത് ദാരിദ്ര്യമുക്തമാണെന്നാണ് കഴിഞ്ഞ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജനം പത്തി അടിച്ച് താഴെ ഇട്ടു. അത് ഒരു വളരെ നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി വരുന്ന ഗവൺമെൻറ് എത്രമാത്രം നല്ലതായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇത്രയെങ്കിലും ജനം ചെയ്തു. ഓക്കെ, ജനത്തിൻ്റെ കയ്യിലുള്ള ആ ഒരു ജനാധിപത്യത്തിൻ്റെ പവർ പോയിട്ടില്ല എന്ന് ജനം തെളിയിച്ചു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ഈ കുഞ്ഞിൻ്റെ വീട് കണ്ടിരുന്നുവെങ്കിൽ ഈ മനുഷ്യനിലൊരു ഇത്തിരി മനുഷ്യത്വം അവശേഷിച്ചിരുന്നെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ഇടപെട്ട് എന്തോരം വിദേശത്തിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അവരോട് ഞാൻ പറയാം, ഓക്കെ, വിദേശത്തു നിന്നൊക്കെ ആരോടെങ്കിലും ഒരാളോടൊന്ന് പറഞ്ഞ് ഈ കുഞ്ഞിൻ്റെ വീടിൻ്റെ പിക്ചർ ഒന്ന് അയച്ചു കൊടുത്ത് അവർക്കൊരു വീടൊന്ന് വെച്ച് കൊടുക്കാൻ. വേണ്ടപ്പ വലിയ മണിമാളികയൊന്നും പണിഞ്ഞു കൊടുക്കണ്ട, അവർക്കൊന്ന് സുരക്ഷിതമായിട്ടുള്ളൊരു അടച്ചുറപ്പുള്ളൊരു വീട് പണിത് കൊടുക്കുവാൻ ഇവർക്ക് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയാമായിരുന്നു. കാരണം ഇദ്ദേഹം അവിടെ ചിൽഡ്രൻസ് ഹോം അതുപോലെ ബൈബിൾ കോളേജും ഒക്കെ നടത്തുമ്പോൾ അതിൻ്റെ പേരിൽ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട്. ചുമ്മാ ചാരിറ്റി ആയിട്ടൊന്നും അല്ല അദ്ദേഹം നടത്തുന്നത്, നല്ല പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഒരു പങ്ക് ഈ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരും പെന്തോക്കസ്തുകാരൊന്നും അല്ല. ഇപ്പം ഈ കുഞ്ഞു പോലും പെന്തോക്കസ്തുകാരനാണോന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ, അതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല. ഓക്കെ, എനിവേ, എന്തായാലും ആരുമാകട്ടെ, ഏത് ജാതിയും മതത്തിലും പെട്ടതാകട്ടെ, കുഞ്ഞുങ്ങളെന്നും കുഞ്ഞുങ്ങൾ തന്നെയാണ് അല്ലേ, മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ വീടൊന്ന് പോയി കണ്ട് ആ കുഞ്ഞിനോടൊരു കരുണ കാണിക്കുവാൻ ഇദ്ദേഹം ആത്മാർത്ഥതയോടെയാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് പറ്റുമായിരുന്നു. പക്ഷേ അദ്ദേഹം ആത്മാർത്ഥതയോടൊന്നും അല്ല ചെയ്യുന്നതെന്നും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് വ്യക്തമാണ്. ആ കുഞ്ഞിൻ്റെ വീട് ഈ ഒരു ഇഷ്യൂ വരേണ്ടി വന്നു, ആ കുഞ്ഞിൻ്റെ ഒരു വീട് പബ്ലിക്കിൻ്റെ മുൻപിലേക്ക് വരുവാനായിട്ട്. എനിക്ക് തോന്നുന്നു ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് തോന്നുന്നു. അതുപോലെ ഇരിക്കുന്ന ഒരു കുടുംബം വന്നിട്ട് അതിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിവൃത്തികേട് കൊണ്ടാണ് കുഞ്ഞിനെ അങ്ങോട്ട് വിട്ടതെന്ന്. അപ്പോൾ അയൽവക്കംകാർ പറയുകയാണ്, രാത്രി മുഴുവൻ അവിടുന്ന് ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാം, അതുങ്ങളെ കൊണ്ട് അടിമപ്പണി എടുപ്പിക്കുകയാണെന്ന്. കാരണം ആര് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആരെയാണ്? ഒരു മദ്യപാനിയായ ഒരുത്തനെ വേറൊരുത്തനെ, രണ്ടെണ്ണത്തിനെ, പാചകക്കാരനെ നോക്കാൻ ഏൽപ്പിച്ച് ഇവനും 2 എണ്ണത്തിനും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 എണ്ണം കൂടിയാണ് ആരെ നോക്കുന്നത്? ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. ഇവന്മാർ രാത്രി കാലങ്ങളിൽ അവിടുന്ന് ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കുഞ്ഞുങ്ങളെ മിക്കവാറും ഇവന്മാർ ദുരുപയോഗം ചെയ്തിട്ടും ഉണ്ടാകും, യാതൊരു സംശയമില്ല. അതിനൊരു ചെക്കിങ്ങും കൂടി ആവശ്യമാണ്. ഈ കുഞ്ഞുങ്ങളെ ഇവന്മാർ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നും കൂടി ഉള്ളത് ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള റിപ്പോർട്ട് പുറത്തോട്ട് വന്നിട്ട് എന്നാൽ ഞാൻ പറയുകയാണ്, അതും കൂടി ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഇവന്മാരായിട്ട് പീഡിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു പീഡനവും അവിടെ നടന്നിട്ടുണ്ടാകണം. ഓക്കെ, അത് എൻ്റെ ഒരു നിഗമനമാണ് കേട്ടോ. ഞാൻ തെളിവുകൾ നിരത്തിയല്ല പറയുന്നത്, ഞാൻ എൻ്റെ ഒരു സംശയം അങ്ങ് പറഞ്ഞതാണ്. അത് കേൾക്കുന്ന ആരെങ്കിലും അധികാരികൾ അതിനൊരു തീരുമാനം എടുക്കട്ടെ. ഓക്കെ, എനിവേ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇനി അയൽവക്കത്തുള്ള ചുറ്റുവട്ടത്തുള്ളവരൊക്കെ പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്, ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടന്നുകൊണ്ട് അടിമപ്പണി എടുക്കുന്നത് കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇവർക്കൊക്കെ ബോധമില്ലെന്നാണ് വിചാരിക്കുന്നത്.
വിചാരിക്കുന്നത്. കാരണം നമ്മൾക്ക് അല്ലേ, നമ്മുടെ പോലീസിനെ ഒന്ന് വിളിച്ചാൽ മതി അല്ലേ, പോലീസിനെ നമ്പറിലൊന്ന് വിളിച്ചിട്ട് എന്താണ് അവരോട് നമ്മൾക്ക് പറയാം അല്ലേ, ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇവിടെ കിടന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ മർദ്ദിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടി കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നുവെന്നും ഇവരാരെങ്കിലും ഒന്ന് പോലീസിനെ അറിയിച്ചിരുന്നുവെങ്കിൽ പോലീസ് നിശ്ചയമായിട്ടും വന്ന് അവിടെ ഒരു ചെക്കിങ് നടത്തുമായിരുന്നു. അങ്ങനെ ഒരു ചെക്കിങ് നടത്തിയാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ, അവർക്ക് പിന്നെ ആ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുവാനായിട്ട് ഒരു കുറച്ച് ഭയം വരും. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഞങ്ങൾ താമസിച്ചിരുന്നതിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു സംഭവം നടന്നു. ഒരമ്മ 2 കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു. വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ്. അവർ തീരെ പാവപ്പെട്ടവരൊന്നുമല്ല, അത്യാവശ്യം നല്ല പണമുള്ളത്. കാരണം 12,000 രൂപ റെൻറ്റ് കൊടുത്തിട്ട് താമസിക്കുന്ന വീടാണ്. 12 15 എങ്ങാണ്ട് റെൻറ്റ് കൊടുത്ത് താമസിക്കുന്ന വീടാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ത്രീ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്ന് നിൽക്കുകയാണ്. ഇവർ കൃപാസനത്തിൽ നിന്ന് എഴുന്നേൽക്കാതെ എപ്പോഴും കൃപാസനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ യുവതിയാണ്. ഓക്കെ, അപ്പോൾ ഇവർ 2 കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. ഒരു ചെറുക്കൻ കൊച്ച് 4ാം ക്ലാസ്സിലും പെൺകൊച്ച് ഏതാണ്ട് 1ാം ക്ലാസ്സിലും അങ്ങനെ എങ്ങാണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടുന്ന് കടയിലോട്ട് പോയിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കും. ഈ കുഞ്ഞിനെ ഈ സ്ത്രീ അടിക്കുന്നത് കാണാം. ജനലിൽ കൂടെ കർട്ടൻ ഇട്ടിട്ടില്ല, അപ്പോൾ നമ്മൾക്കത് കാണാം, ഈ കുഞ്ഞിനെ അടിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച അമ്മമാരല്ലേ അടിക്കുമല്ലോ, കാരണം അടിച്ചു വളർത്തണമെന്ന് ബൈബിളിലുണ്ട്. പക്ഷെ അതിനൊരു പരിധിയുണ്ട് കേട്ടോ. ആ കുഞ്ഞിനെ അടിക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ച് പഠിക്കാത്തതിനോ വൃത്തക്കേട് കാണിച്ചതിനോ ആയിരിക്കും. ഓക്കെ, എനിക്ക് കുഞ്ഞുങ്ങളെ അടിക്കുന്നതൊന്നും എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള ശേഷിയില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് നോക്കി ഞാൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ കടയിൽ പോയി തിരിച്ചു വരുമ്പോഴും ഈ കുഞ്ഞിനെ അടിക്കുകയാണ്. അപ്പോൾ അടിക്കുന്നത് വടി കൊണ്ടല്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നോക്കുമ്പം ഇവള് കൈ കൊണ്ട് അടിക്കുന്നു, ആ കുഞ്ഞിനെ ചവിട്ടുന്നു, അതിനെ ഓടിക്കുന്നു. ആ കുഞ്ഞ് വേണ്ടമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 4ാം ക്ലാസ്സുകാരൻ പയ്യൻ കിടന്നുകൊണ്ട് കരച്ചിലാണ് അവിടെ കിടന്നുകൊണ്ട്. ഞാൻ അവിടെ കിടന്നുകൊണ്ട് അവിടെയുള്ള വീട്ടുകാരും ഒക്കെ കൂടെ, അവിടെയുള്ള താഴെയുള്ള വീട്ടുകാരും ഒക്കെ കൂടെ ഞങ്ങൾ ഒച്ചയെടുത്തു. ഞങ്ങൾ പറഞ്ഞ സ്ത്രീ അടിക്കരുത്, ആ കുഞ്ഞിനെ അടിക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒച്ചയെടുക്കുന്നുണ്ട്. ഈ സ്ത്രീ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ആ കുഞ്ഞിനെ അടിക്കുകയാണ്. ഞങ്ങൾ നേരെ പോലീസിനെ വിളിച്ചു. പോലീസിനെ വിളിച്ചിട്ട് പോലീസ് വന്നിട്ട് ആ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ച് അവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ ഈ കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തി. കുഞ്ഞുങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങളെ അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. കാരണം അടിച്ചെന്ന് പറഞ്ഞാൽ പോലീസ് പോയി കഴിയുമ്പോൾ ഇവിടെ അതിൻ്റെ ഡബിൾ കൊടുക്കും. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു അടിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ, പോലീസ് ചോദിച്ചു ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ അന്വേഷിച്ചിട്ട് പോയി. എന്നിട്ട് പോലീസ് പറഞ്ഞു ഇനി കുഞ്ഞുങ്ങളെ അങ്ങനെ മർദ്ദിക്കരുത്. കുഞ്ഞുങ്ങളെ മർദ്ദിക്കാൻ ഒരു പേരൻസിന് പോലും കുഞ്ഞുങ്ങളെ ഓവറായിട്ട് മർദ്ദിക്കാനുള്ള റൈറ്റ്സ് ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളെ അത്യാവശ്യം അടിക്കാം, അവരെ വടി വെച്ച് അടിക്കാം, അവർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കാം, അതിനൊക്കെയുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷേ അവരെ മർദ്ദിക്കാനുള്ള അവകാശം ആർക്കില്ല, ഒരു പേരൻസിനുമില്ല. ഓക്കെ, അതൊക്കെ പോലീസ് പറഞ്ഞ് മനസ്സിലാക്കി അവർ പോയി. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് അറിയാമോ, ആ സ്ത്രീ അവിടെ ഉള്ളിടത്തോളം കാലം ആ കുഞ്ഞുങ്ങളെ പിന്നെ അടിക്കുന്നത് ഞങ്ങൾ കാണുകയോ ഒരു സൗണ്ട് പുറത്തോട്ട് കേൾക്കുകയോ ഉണ്ടായിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, അവൾ ആ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നില്ല എന്നൊന്നും ആയിരിക്കുകയില്ല, ശിക്ഷിക്കുന്നുണ്ടാകും. പക്ഷേ ആ ശിക്ഷിക്കുന്നതിൻ്റെ മയത്തിൽ ഒരു ശിക്ഷ കൊടുക്കാനായിട്ട് അവൾ പിന്നെ ശ്രമിച്ചോളൂ. പിന്നെ ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പുറത്തോട്ട് കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അമിതമായി മർദ്ദിക്കുന്നത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ നമ്മൾ പോലീസിനെ വിളിക്കുക. പോലീസിനെ വിളിച്ച് നമ്മൾ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് വന്ന് അല്ലേ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ അവരെ നമ്മൾ വിളിച്ചു കഴിയുമ്പോൾ ആരാ വിളിച്ചതെന്ന് പോലും പോലീസ് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ അവർ വന്ന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ആൾക്കാർക്ക് കുഞ്ഞുങ്ങളെ മർദ്ദിക്കുന്നതിൽ നിന്നും ഒരു ഭയം അവർക്കുണ്ടാകും. കാരണം ചുറ്റുവട്ടത്തുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു ഭയം അവർക്കുണ്ടാകും. ഓക്കെ, അതൊന്നും ചെയ്തില്ല. കേട്ടോണ്ടിരുന്നിട്ട് അവസാനം ഈ പ്രശ്നം വരേണ്ടി വന്നു. ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥകളൊന്ന് പുറം ലോകത്തെത്തിക്കാൻ എന്തായാലും ദൈവം മിണ്ടാതെ ഇരുന്നില്ല അല്ലേ. എപ്പോഴാണെങ്കിലും ഇവരുടെ അവസ്ഥയൊക്കെ പുറത്തോട്ട് കൊണ്ടുവന്നു എന്നുള്ളത്, ഇതിനകത്ത് നടക്കുന്നത് പുറത്തോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി ഓർക്കുക, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇദ്ദേഹം ആത്മാർത്ഥമായിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ ദൈവം ഇത് നേരത്തെ തന്നെ ഇദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തേനെ. ഇനി അതല്ലെങ്കിൽ ഇദ്ദേഹം ഇത് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് ഇടങ്ങളുണ്ട് കേട്ടോ, ഇതുപോലെ പൈസയ്ക്ക് വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാം മാനുഷിക പരിഗണനയുടെ പുറത്ത് ചെയ്യുന്നതൊന്നുമല്ല, എല്ലാം പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന കുറേ പേരുണ്ട്. എനിക്കറിയുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം പലരോടും പറഞ്ഞിങ്ങനെ നമുക്ക് എത്രയോ നമ്പർ ഞാൻ ഓർക്കണില്ല, 9 or 15 അങ്ങനെ ഏതാണ്ട് നമ്പറുള്ള അന്തേവാസികൾ നമ്മളുടെ ഒരു സ്ഥാപനത്തിലുണ്ടെങ്കിൽ വിദേശത്ത് നിന്ന് ഫണ്ട് വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് ആൾക്കാർ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു പാസ്റ്ററെ എനിക്കറിയാം. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ നടത്തുന്ന ചാരിറ്റികളും എല്ലാം മാനുഷിക പരിഗണനയുടെ പുറത്തല്ല, അവർ പൈസയ്ക്ക് വേണ്ടി. ഇനി ഇദ്ദേഹത്തിൻ്റെ അവിടെ ആ ചിൽഡ്രൻസ് ഹോമിൻ്റെ ചെറിയ അകത്തളങ്ങളിലെ ചില പിക്ചറുകൾ
കമന്റുകളൊക്കെ പുറത്തോട്ട് വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പെയിൻ്റൊക്കെ പോയ ചില ഇത് ഡബിൾ കോട്ട് കെട്ടിലൊക്കെ അതൊന്നും പ്രശ്നമല്ല. ഓക്കെ, എന്നാലും ഈ പെയിൻ്റൊക്കെ പോയ എന്ന് വെച്ചാൽ തീരെ അത്ര നല്ലതല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്നറിയുമ്പോൾ, നമ്മൾ എരുതിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ വറുചട്ടിയിലോട്ടാണോ കൊണ്ടുവരേണ്ടത്? അല്ല, നമ്മൾ എന്തിനിറങ്ങിയാലും എന്താണ് അവർക്ക് നമ്മൾ മാന്യമായിട്ട് കൊടുക്കുവാനുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിയാൽ മതിയെന്നേ. ഇല്ലെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഇറങ്ങട്ടെ. ഇനി ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരെ നമ്മൾ ഒരു അറ്റപ്പറ്റ സ്ഥലത്തോട്ടല്ല നമ്മൾ അവരെ കൊണ്ടുവരേണ്ടത്, അല്ലേ? ഈ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ കുറേ ഈ പിള്ളേരുടെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഒത്തിരി പേര് അവിടെ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ഇടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേര് പറയും, അയ്യോ എനിക്ക് തന്നാൽ ഞാൻ ആ കുഞ്ഞിനെ വളർത്തിക്കൊള്ളുമെന്ന്. അപ്പോൾ നമ്മൾ ഇവരുടെ പ്രൊഫൈലും പിക്ചറുകളും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ടീമുകളാണ്. എന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിൽ പോലും മര്യാദയ്ക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റാത്തവരാണ് വേറെ ഒരു കുഞ്ഞിനെ ഇതെടുക്കുന്നത്, ദത്തെടുക്കുവാനായിട്ട് കമൻ്റ് ഇടുന്നത്. ഓർക്കുക, നമ്മൾ ഒരാളെ സഹായിക്കാൻ ഇറങ്ങുമ്പോൾ അവരെ നല്ല രീതിയിൽ സഹായിക്കുവാൻ നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിയാൽ മതിയെന്നേ. അല്ലെങ്കിൽ നമ്മൾ ആരും അറിയാതെ കുറച്ചൊരു സഹായം ചെയ്യും. നമ്മൾ അറിഞ്ഞ് സഹായിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമ്പോൾ അവർക്ക് മറ്റുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന സഹായങ്ങൾ പോലും അവിടെ അടയപ്പെടും. എന്ന് വെച്ചാൽ അവർ വിചാരിക്കും, ഓ ഇവർക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നയാൾ സഹായിക്കുന്നുണ്ടല്ലോ, അവർക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചു അവർക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ പോലും ലഭിക്കാതിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ, നമ്മൾ സഹായിക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ അറ്റപ്പറ്റയുമായിട്ട് ഇറങ്ങരുത്. അറ്റപ്പറ്റ ഇറങ്ങുന്നത് നമ്മൾ ആരെങ്കിലും അല്ലേ, നമ്മളിപ്പോൾ ചർച്ചകളിലൊക്കെ പറയുന്നുണ്ട് അല്ലേ, സഹായിക്കാൻ, അതൊക്കെ നമ്മൾക്ക് കൊടുക്കാം. കാരണം അവർ ഒരു ചെറിയ എമൗണ്ട് അല്ല അല്ലേ, കൂട്ടി വെച്ചിട്ട് ഒത്തിരി ഒരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ അവർ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്, അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരിക്കലും ഈ അറ്റപ്പറ്റ കൊണ്ട് ഇറങ്ങരുത്. അത് നമ്മൾ അറ്റപ്പറ്റ കൊണ്ട് ഇറങ്ങുന്ന വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്തോ അവിടെയൊക്കെയുള്ള മറ്റാരും അറിയാതെ, അങ്ങനെയാണല്ലോ ബൈബിൾ പഠിപ്പിക്കുന്നത്, നിന്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രഹസ്യമായിട്ട് ചെറുതാണെങ്കിൽ പോലും സഹായിക്കുന്നതിനകത്ത് കുഴപ്പമില്ല. എന്നാൽ നമ്മൾ മറ്റുള്ളവരെ അറിയിച്ചിട്ടൊക്കെ ചെയ്യുന്ന ഈ സഹായങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ രഹസ്യമായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ലഭിക്കേണ്ട വലിയ വലിയ സഹായങ്ങൾ പോലും അടയപ്പെടുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, ഇനി എന്തായാലും ആ കുഞ്ഞുങ്ങളെ ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് അവരെ സഹായിക്കുമായിരിക്കുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം എന്താണെന്നറിയാമോ? നമ്മളൊരു വിശ്വാസി ആയിരുന്നാലോ, ഒരു ക്രിസ്ത്യാനി ആയിരുന്നാലോ, ഒരു പാസ്റ്റർ ആയിരുന്നാലോ, ഒരു വിശ്വാസി ആയിരുന്നാലോ, ഒരു അച്ഛനായിരുന്നാലോ, അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ ആയിരുന്നാലോ, ആ ഒരു ഉസ്താദ് ആകട്ടെ, അല്ലെങ്കിൽ പൂജാരി ആകട്ടെ, ആരും ആയിരുന്നാലും നമ്മളിൽ ആദ്യം ഉണ്ടാകേണ്ട ഗുണം എന്താണെന്നറിയാമോ? മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം ഇല്ല എങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകൾ, നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ വെറും വൃഥാവാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം യേശുക്രിസ്തു പോലും അതാ പറഞ്ഞിരിക്കുന്നത്, ആദ്യം നീ എന്ത് ചെയ്യണം? നിന്റെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിച്ചിട്ട് മതി നിന്റെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ ഇറങ്ങുന്നതെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓർക്കുക, നമ്മൾ എന്താണ് ഒരു മനുഷ്യത്വം, അതാണ് നമ്മളിൽ ആദ്യം ഉണ്ടാകേണ്ടത്. അതുണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ഇനി അല്ലെങ്കിൽ ബൈബിൾ വായിച്ചിട്ടും ഉള്ള ബൈബിൾ മുഴുവൻ കാണാപ്പാടം ചവച്ചരച്ചിട്ടും ഒന്നും ഒരു കാര്യവുമില്ല നമ്മളിൽ മനുഷ്യത്വം ഇല്ല എങ്കിൽ. അതേസമയം നമ്മളിൽ മനുഷ്യത്വം ഉണ്ട് എങ്കിൽ നമ്മൾ എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നടത്തുകയും ചെയ്യുകയാണ് നമ്മൾ വേണ്ടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ആരാണെങ്കിലും ആദ്യം മനുഷ്യത്വം ഉണ്ടായിരിക്കണം. അത് പാസ്റ്റർ ആണെങ്കിലും, വിശ്വാസിയാണെങ്കിലും, അച്ഛനാണെങ്കിലും, കപ്പ്യാരാണെങ്കിലും, ഇനി അത് ഉസ്താദാണെങ്കിലും, ഇനി പൂജാരിയാണെങ്കിലും, ആരാണെങ്കിലും എല്ലായിടത്തും ഒന്നും വിഭിന്നമൊന്നും അല്ല. ഇതിപ്പം ഒരു പെന്തക്കോസ്ത് സ്ഥാപനത്തിൽ നടന്നത് പുറത്തോട്ട് വന്നു, ഒരുപാട് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലുണ്ട്. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, കാരണം പലതും പൂട്ടിയല്ലോ, അറിഞ്ഞുകൂടാ. ഇനി അതല്ലെങ്കിൽ മദ്രാസുകളിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന മുസ്ലിംസിൻ്റെ മദ്രാസുകളിൽ അവിടെയൊക്കെ വലിയ പിള്ളേർ ഭയങ്കര ഇതായിട്ട് രാജാക്കന്മാരായിട്ടാണ് അവിടെ ജീവിക്കുന്നതെന്നൊന്നുമില്ല. എത്രയോ കഥകൾ പുറത്തോട്ട് വന്നിരിക്കുന്നു, ഒരുപാട് കഥകൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ സേഫായിട്ടിരിക്കുന്നിടത്ത് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാവുള്ളൂ. ഫ്രീ ആയിട്ട് കൊണ്ട് ഇടുന്നിടത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചില ഇടങ്ങളിലുണ്ട് കേട്ടോ, മക്കളെ പോലെ സ്നേഹിക്കുന്നവരുണ്ടാകും, അവരെ ഞാൻ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. എന്നാൽ ഒരു 75% ഇടങ്ങളിലും കുഞ്ഞുങ്ങൾ പീഡ അനുഭവിക്കുക തന്നെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഈ അധികാരികളുടെ കണ്ണൊക്കെ എന്ന് തുറക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഇഷ്യൂസ് പുറത്തോട്ട് വരുമ്പോഴാണ് അധികാരികളൊക്കെ കെട്ടും പാട്ടവും മുറുക്കി ഇറങ്ങുന്നത്. അതുവരെ ഇവരെന്താണ് അനങ്ങാതിരിക്കും. എല്ലായിടത്തും ഒരു മാസത്തിൽ ഒന്നെങ്കിലും എല്ലായിടത്തും ഒരു ചെക്കിങ്ങും കാര്യങ്ങളും നടത്തി ആ കുഞ്ഞുങ്ങളോട് സംസാരിക്കാനുള്ളൊരു ടൈമൊക്കെ ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സ് തുറക്കുമല്ലോ. ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ പറയും. അപ്പോൾ ഈ വീട്ടിൽ ചെന്നും ഈ കുഞ്ഞ് പറയാറുണ്ട്, ഇത് പഠിക്കുന്ന സ്കൂളിലും ഇതിന് പീഡനമാണെന്നും, അവിടെയും അധ്യാപകർ ഇതിനെ പീഡിപ്പിക്കുന്നുണ്ടെന്നും. ഇതൊക്കെ വീട്ടിൽ ചെന്ന് പറയുന്നത്, അച്ഛ
അച്ഛൻ പറയുന്നത് എൻ്റെ നിസ്സഹായാവസ്ഥ കൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നുവെന്നും. നിസ്സഹായാവസ്ഥ കൊണ്ട് മിണ്ടാതിരിക്കുകയല്ല വേണ്ടുന്നത്, അത് പുറം ലോകത്തെ അറിയിക്കണം. ആരെങ്കിലുമൊക്കെ വരുന്നത്, കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും വിശാലമായിട്ട് കിടക്കുകയാണ്. ആരെങ്കിലുമൊക്കെ പ്രതികരിക്കാനും സഹായിക്കാനുമായിട്ടൊക്കെ മുൻപോട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഒളിച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്. എന്ത് വിഷയങ്ങളും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ എന്തുണ്ടെങ്കിലും അത് പുറത്തോട്ട് പറയുവാൻ പേരൻസ് ആയിരിക്കുന്നവരെ തയ്യാറാകുക എന്നുള്ളൊരു യാഥാർത്ഥ്യം. ഇനി സ്കൂളുകളുടെ കാര്യങ്ങൾ, റെസിഡൻഷ്യൽ സ്കൂളുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പീഡകളുണ്ട്. അതൊക്കെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് മിണ്ടാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയുമോ? അവിടെ ആ കുഞ്ഞുങ്ങൾ മുറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു മുറിയപ്പെട്ട കുഞ്ഞായിട്ടായിരിക്കും അത് പിന്നെ പുറത്തോട്ട് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല, എല്ലാം പുറത്തോട്ട് വിടണം. കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരട്ടെന്നേ. കാരണം കുഞ്ഞുങ്ങളെ എന്തായിട്ട് വളർത്തണ്ടേ? അവരെ സമാധാനത്തിൽ അവരെ വളർത്തുവാനായിട്ട് എല്ലാവർക്കും ബാധ്യതയുണ്ട്. അത് സ്കൂളുകളിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.